सगणातिसेवितम् कपित्थजम्बुफलसारभक्षितम् उमासुतं शोकविनाशकारणम् नमामि विघ्नेश्वरपादपङ्कजम्। എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സൂര്യവുഡ് ആനപ്പെരുമയിൽ ഒരു ഗജരാജ ചന്ദ്രോത്സവമാണ്. തൃശ്ശൂർ പൂരത്തിന് 28 വർഷത്തോളം തുടർച്ചയായി തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി തിടമ്പേറ്റിയിരുന്നത് പഴയ തിരുവമ്പാടി ചന്ദ്രശേഖരനായിരുന്നു. ഈ കരിവീരൻ നമ്മളെ വിട്ടുപോയിട്ട് ഇപ്പോൾ 1.5 പതിറ്റാണ്ടിലേറെ പിന്നിടുകയാണ്. ഈ ഗജരാജ ശ്രേഷ്ഠന് പിൻഗാമിയായി എത്തിയ തിരുവമ്പാടി ചന്ദ്രശേഖരനെ ഇന്നത്തെ ആനപ്പെരുമയിലൂടെ നമ്മൾക്ക് പരിചയപ്പെടാം. പഴയ ചന്ദ്രശേഖരൻ തിരുവമ്പാടിയിൽ വാണിരുന്ന കാലത്തു തന്നെയാണ് തിരുവമ്പാടി തട്ടകത്തിലേക്ക് ഈ ചന്ദ്രശേഖരനും എത്തുന്നത്. അന്ന് ഇവനെ തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരൻ എന്ന പേര് നൽകിയാണ് തട്ടകവാസികൾ വിളിച്ചിരുന്നത്. ഗോപി വാര്യരുടെ കൈവശമുണ്ടായിരുന്ന തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരനെ പിന്നീട് തിരുവമ്പാടി ദേവസ്വത്തിലേക്ക് നടയിരുത്തുകയായിരുന്നു. അഭൂതപൂർവമായ വളർച്ചയും ഉത്സവപ്പറമ്പുകളിൽ തൻ്റേതായ ആ ഒരു പ്രയാണവുമായിരുന്നു പിന്നീട് ചന്ദ്രശേഖരനിൽ പ്രകടമായത്.
12 വർഷത്തോളമായി ചേർപ്പ് സ്വദേശി വിമോഷാണ് ചന്ദ്രശേഖരൻ്റെ ഒന്നാം പാപ്പാനെന്ന് മാത്രമല്ല, സദാസമയവും ഇവന് വഴികാട്ടിയായും ഒരു സുഹൃത്തായും ഇദ്ദേഹവും ഒപ്പമുണ്ട്. താണിക്കുടം സ്വദേശി നന്ദു രണ്ടാമനും പീച്ചി സ്വദേശി സുനി മൂന്നാം പാപ്പാനുമാണ്. ആനപ്രേമ മൂത്ത് പഠിപ്പ് പോലും ഉപേക്ഷിച്ച് ഈ രംഗത്തേക്ക് എത്തിയതാണ്. എത്ര വർഷമായി ഇവൻ്റെ സാരഥിയായിട്ട്? ഞാൻ ഇപ്പോൾ 11 വർഷത്തോളമായി. പഠിപ്പ് നിർത്തിയ സമയത്ത് ആണ് ഒരു അവസരം ഇതുമ്മ കിട്ടിയത്. പൊന്നാട്ടൻ വിളിക്കാൻ ആനയോടെ ഒന്ന് സഹായിക്കാൻ വരാൻ പറഞ്ഞിട്ട് വിളിച്ചു, നമ്മുടെ ചേർപ്പ് ഭഗവതി അമ്പലത്തിൽ നിന്ന്. അങ്ങനെ കൂടി. പിന്നെ അതൊരു സ്ഥിരം പിന്നെ നമുക്ക് തോന്നി എൻ്റെ ജോലി ആയിട്ട് ഇവനിലാണോ പാപ്പാനായിട്ട് കയറുന്നത്? അത് ഞാൻ ഇതിലാണ് ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത്. ഞാൻ മറ്റുള്ള ആനകൾക്കൊക്കെ 2-3 ബാസ്റ്റിൻ്റെ ആനകൾക്കൊക്കെ സഹായിക്കാൻ വേണ്ടി പോയി കുറച്ച് ദിവസം. ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ മാത്രം. ഇതിൻ്റെ കൂടെ പേടി കൂടുതലാണ് ഇവനെന്ന് കേട്ടിട്ടുണ്ട്. അത് പ്രശ്നമാവാറുണ്ടോ? പേടി കൂടുതലാണ്. പേടിക്കുന്ന സമയത്ത് നമ്മൾ ആനയെ തൊട്ട് തലോടി നിന്നാൽ മതി. നമ്മളെ വേറെ ഒന്നും ഇല്ല. അത് പേടിയാണെങ്കിൽ നമ്മൾ ആനക്കാർ ഇങ്ങനെ ആലസ്യം പിടിച്ചുകൊണ്ട് അവിടെ നിന്നാൽ അവിടെ നിന്നോളും. പിന്നെ ആനയ്ക്ക് കുഴപ്പമില്ല. സർക്കസിൽ നിന്ന് വാങ്ങിയ ഒരു ആനയാണ്. അഭ്യാസ പ്രകടനമൊക്കെ അറിയോ? ഇല്ല, ഈ ബാൻഡൊക്കെ കാണുമ്പോൾ ഒരു ആട്ടം ഇങ്ങനെ ഒന്ന് ആടുകയൊക്കെ ചെയ്യും. അല്ലാണ്ട് വേറെ അഭ്യാസമൊന്നും അറിയില്ല. വേറെ അഭ്യാസമൊന്നും ചെയ്യാറില്ല. വേറെ ഒന്നും ചെയ്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നിൽക്കുന്ന ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ അതിൻ്റെ മുന്നേ പറഞ്ഞിട്ട് സർക്കസിൽ റൗണ്ടിൽ വെച്ചിട്ട് കാലും കൈയൊക്കെ പൊക്കിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വന്നതിന് ശേഷം ഇതൊന്നും ഉണ്ടായിട്ടില്ല. സർക്കസിൽ നിന്ന് വാങ്ങിയത് കൊണ്ടാകാം ഇത്ര ഒരു ശാന്ത സ്വഭാവം. രണ്ടാം പാപ്പാനോട് എങ്ങനെയാണ് ആന? കുഴപ്പമുണ്ടോ? ഇല്ല, ഇതുവരെയ്ക്കും കുഴപ്പമില്ല. ചേട്ടൻ പറയണ പോലെ രീതിയിൽ കൈകാര്യം ചെയ്യാം. കുഴപ്പങ്ങളൊന്നും കാണാറില്ല. ഇതുവരെയ്ക്കും ഒന്നും ഉണ്ടായിട്ടില്ല. രണ്ടാൾക്കും സുഖമായിട്ട് കൈകാര്യം ചെയ്യാം. വേറെ ആന കഴിച്ച പട്ടയുടെ ബാക്കി കഴിക്കില്ല എന്നത് ചന്ദ്രശേഖരൻ്റെ ശീലമാണ്. വെള്ളം കുടിക്കുന്നതിനുമുണ്ട് പ്രത്യേക ശൈലി. തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് ആദ്യമൊന്ന് കഴുകിയ ശേഷമേ വെള്ളം കുടിക്കുകയുള്ളൂ. തീറ്റപ്രിയനാണ് ചന്ദ്രശേഖരൻ. തണ്ണിമത്തൻ, കുക്കുംബർ തുടങ്ങിയ പഴവർഗ്ഗങ്ങളോടാണ് കൂടുതൽ താൽപ്പര്യം. എന്നാൽ വെള്ളരിക്കയോടും പഴത്തിനോടും വലിയ താൽപ്പര്യമില്ല. ആദ്യം വെള്ളരിക്ക കഴിച്ചിരുന്നുവെങ്കിലും ഒരു തവണ കയ്പുള്ള വെള്ളരിക്ക കഴിച്ച ശേഷം പിന്നീട് ഇതിനോട് താൽപ്പര്യമില്ലാതായതായി പറയപ്പെടുന്നു. ഇവനെ അടുത്തറിയുന്നവരോ സ്ഥിരമായി കാണുന്നവരോ അടുത്തെത്തിയാൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടണമെന്നത് നിർബന്ധമാണ്. അത് കിട്ടുന്നതുവരെ എന്തെങ്കിലും ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്താൽ ഭക്ഷണം കിട്ടുമെന്നത് ഇവനും ഉറപ്പാണ്. വർഗസ്നേഹമുള്ളവനാണ് ഈ കൊമ്പൻ. സ്ഥിരം കെട്ടുന്തറിയിലുണ്ടാകുന്ന ആനകളെ പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് ഇവന് വളരെ സങ്കടമുള്ള കാര്യമാണ്. പിന്നെ 2 ദിവസത്തേക്ക് ആ ദുഃഖം സഹിക്കാനാകാതെ ഭക്ഷണം പോലും ശരിക്ക് കഴിക്കാൻ ഇവൻ കൂട്ടാക്കാറില്ലെന്ന് ഇവനെ അടുത്തറിയുന്നവർ പറയുന്നു. തിരുവമ്പാടി തട്ടകത്തിലെത്തിയ കാലം മുതൽ പരിചയമുള്ളതും സുഹൃത്തുമായ തിരുവമ്പാടി കുട്ടിശങ്കരൻ തൻ്റെ സമീപത്തുനിന്ന് പോയാൽ കൂടുതൽ സങ്കടമാണ്. പ്രശ്നങ്ങളൊന്നും കാണിക്കാറില്ലെങ്കിലും പേടി കൂടുതലുള്ള ആനയാണ് ചന്ദ്രശേഖരൻ. അതറിയുന്നതുകൊണ്ട് തന്നെ പാപ്പാന്മാർ ഉത്സവ പറമ്പുകളിൽ വെച്ച് മറ്റേതെങ്കിലും ആനകൾ പ്രശ്നമുണ്ടാക്കിയാൽ വേഗം തന്നെ ചന്ദ്രശേഖരനെ അവിടെ നിന്ന് മാറ്റി നിർത്തും. അത് പാപ്പാന്മാരില്ലെങ്കിലും ശരി, അടുത്തറിയുന്നവരോ ഇനി വേണ്ട സ്ഥിരം സാരഥിയായി ഉണ്ടാകാറുള്ള ഡ്രൈവറോ വിളിച്ചാൽ പെട്ടെന്ന് തന്നെ അവരോടൊപ്പം പോന്നോളും. മറ്റൊരാനയെ പാപ്പാന്മാർ തൻ്റെ മുന്നിലിട്ട് തല്ലുന്നതും ചന്ദ്രശേഖരന് ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെയുള്ള പാപ്പാന്മാരെ അടുത്തു കണ്ടാൽ ഇവൻ പറപ്പിക്കും. സ്വഭാവ മഹിമയിലും ആനപ്പിറപ്പുകളോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിലും തനി തങ്കമാണ് ചന്ദ്രശേഖരൻ. സർക്കസിൽ നിന്നാണ് തിരുവമ്പാടി ചന്ദ്രശേഖരനെ വാങ്ങിക്കുന്നത്. സാംസ്കാരിക നഗരിയിലെത്തുമ്പോൾ വെറും 8.25 അടിയോളം മാത്രമേ ഇവന് ഉയരമുണ്ടായിരുന്നുള്ളൂ. ഇന്ന് കേരളത്തിലെ 10 അടി ഉയരക്കാരിൽ ഒരുവനാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരൻ്റെ ഈ എപ്പിസോഡിൽ ആനപ്രേമികളുടെ പ്രിയങ്കരനായിരുന്ന ഡേവിസ് ഏട്ടനെ അനുസ്മരിക്കാതെ വയ്യ. സദാസമയവും തല ഉയർത്തിയുള്ള ഈ നിൽപ്പും ശാന്ത സ്വഭാവവുമാണ് തിരുവമ്പാടി ചന്ദ്രശേഖരനെ ഉത്സവപ്പറമ്പുകൾക്കും ആരാധകർക്കും പ്രിയങ്കരനാക്കി മാറ്റുന്നത്. എല്ലാ ഉത്സവപ്പറമ്പുകളിലും ഇവൻ്റെ ഈ ശിരസിൽ തന്നെയായിരിക്കും തിടമ്പിൻ്റെ സ്ഥാനം. നിരവധി പട്ടങ്ങളും ഇവൻ്റെ ഈ കരിവീര സൗന്ദര്യത്തെ തേടിയെത്തിയിട്ടുണ്ട്.
ഈ ചന്ദ്രശേഖര പെരുമാളുടെ ജീവിതകഥ രസകരമായ ഒരു ആനക്കഥയാണ്. ബീഹാറിയായ ഇവൻ സർക്കസിൽ കളിച്ചു വളർന്ന ആനയാണ്. അതുകൊണ്ട് തന്നെ ചില അഭ്യാസങ്ങളും ഇവനറിയാം. ഇപ്പോഴും ബാൻഡ് മേളമോ മറ്റു വാദ്യങ്ങളോ കേട്ടാൽ പ്രത്യേക രീതിയിൽ തലയാട്ടിയുള്ള ഒരു കളിയുണ്ട് ഇവന്. തൃശ്ശൂരിൽ വന്ന കാലത്ത് ഒരു പരിപാടിക്ക് സർക്കസിലെ ചില പൊടിക്കൈകൾ കാട്ടിയതായും പറയപ്പെടുന്നുണ്ട്. സർക്കസിലുണ്ടായിരുന്ന സമയത്ത് ബോലു എന്നായിരുന്നു ഇവൻ്റെ പേര്. അങ്ങനെ സർക്കസ് ക്യാമ്പിൽ മറ്റ് മൃഗങ്ങൾക്കൊപ്പം കഴിഞ്ഞുകൂടിയിരുന്ന കാലത്താണ് 1999 കീരങ്ങാട്ട് വാസുദേവൻ നമ്പൂതിരി ഇവനെ സ്വന്തമാക്കുന്നത്. അത് പുതിയൊരു ലോകത്തേക്കും ഉത്സവ പറമ്പുകളിലെ താരത്തിളക്കത്തിലേക്കുമുള്ള ചുവടുവെപ്പായിരുന്നു. അത് ഇവനും തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. ചങ്ങലകളുടെ ബന്ധനമില്ലാതെ സർക്കസിൽ ശാന്തനായി കഴിഞ്ഞുകൂടിയ സ്വഭാവം കൊണ്ടും ശീലം കൊണ്ടുമാകാം ഇപ്പോഴും ചന്ദ്രശേഖരനെ കൊണ്ടു നടക്കണമെങ്കിൽ അധികം ചങ്ങലകൾ ആവശ്യമില്ല. സർക്കസിൽ നിന്ന് എത്തിയ ശേഷം ഉത്സവ എഴുന്നള്ളിപ്പുകളോടും രീതികളോടും പൊരുത്തപ്പെടാനും ആനഭാഷ സ്വായത്തമാക്കാനും കുറച്ചു കാലം വേണ്ടിവന്നു. ഇതിനിടെയാണ് തിരുവമ്പാടി തട്ടക നിവാസിയായ ഗോപി വാര്യർ ഇവനെ സ്വന്തമാക്കുന്നത്. അതൊരു വലിയ സംഭവമായിരുന്നുവെന്ന് മാത്രമല്ല, ഉറ്റ സുഹൃത്തുക്കളായ രണ്ടുപേരുടെ ആനപ്രേമം പ്രകടമാകുന്ന കഥയുമാണ്. ആനപ്രേമികളുടെ പ്രിയങ്കരനായ ചിറ്റിലപ്പിള്ളി ഡേവിസ് എന്ന ആന ഡേവിസിനെ ഒരു ആനപ്രേമിയാക്കി മാറ്റിയത് ഗോപി വാര്യരോടൊപ്പമുള്ള കൂട്ടുകെട്ടായിരുന്നു. തിരുവമ്പാടിയിലെ ഉത്സവങ്ങളും മറ്റു പൂരങ്ങളുമെല്ലാം മുടങ്ങാതെ കാണാൻ പോയിരുന്ന ഈ കൂട്ടുകെട്ട് മൂലം ഡേവിസിന് ആനപ്രേമം കലശലായി. അങ്ങനെ വാര്യര് ചെക്കനോടൊപ്പമുള്ള നടത്തത്തിൽ നസ്രാണി പയ്യന് ഡേവിസ് വാര്യർ എന്ന പേരും ചാർത്തിക്കിട്ടി. ഈ കൂട്ടുകെട്ടിൽ ആദ്യം ആനയെ വാങ്ങുന്നത് ഡേവിസ് ഏട്ടനായിരുന്നു. അങ്ങനെ ആറ്റുനോറ്റു വാങ്ങിയ തിരുവമ്പാടി കുട്ടിശങ്കരൻ എന്ന കൊമ്പനെ ഡേവിസ് ആദ്യം കൊണ്ടുവന്നതും പിന്നീട് നോക്കാൻ നിർത്തിയതും ഗോപി വാര്യരുടെ വീട്ടിലായിരുന്നു. അതുവരെ ആനയെ വാങ്ങാൻ ഒരു തീരുമാനവും ആഗ്രഹവും ഇല്ലാതിരുന്ന വാര്യർ അപ്രതീക്ഷിതമായാണ് തിരുവമ്പാടി ചന്ദ്രശേഖരനെ സ്വന്തമാക്കുന്നത്. കീരങ്ങാട്ട് തിരുമേനി തൻ്റെ കൈവശമുണ്ടായിരുന്ന കൊമ്പൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തതാണ് ആനയെ വാങ്ങാൻ പ്രേരണയായത്. ഒരു ദൈവനിയോഗം പോലെ ആ ഫോട്ടോയിലെ കൊമ്പനെ കണ്ടപാടെ ഇവനെ സ്വന്തമാക്കണമെന്ന് ഗോപി വാര്യർക്ക് കലശലായ ആഗ്രഹമായി. സാമ്പത്തിക സ്ഥിതി കാര്യമായി ഉണ്ടായിരുന്നില്ലെങ്കിലും ആ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു. 1999-2000 കാലഘട്ടത്തിലാണ് വാര്യർ ഇവനെ സ്വന്തമാക്കി തിരുവമ്പാടി തട്ടകത്തിലേക്ക് കൊണ്ടുവരുന്നത്. തിരുവമ്പാടിയിലെ പഴയ ചന്ദ്രശേഖരൻ കിരീടവും ചെങ്കോലുമില്ലെങ്കിലും ശരി, ഗജരാജ ചക്രവർത്തിയായി തിരുവമ്പാടി ആനത്തറവാട്ടിലും തൃശൂർ പൂരത്തിലും ഉത്സവ പറമ്പുകളിലുമെല്ലാം വിലസിയിരുന്ന കാലമാണ്. അക്കാലത്ത് തിരുവമ്പാടി തട്ടകത്തിലെത്തിയ ഈ പുതിയ ചന്ദ്രശേഖരനെ ചെറിയ ചന്ദ്രശേഖരൻ എന്ന പേര് നൽകിയാണ് ഗോപി വാര്യരും തട്ടകക്കാരും വിളിക്കാൻ തുടങ്ങിയത്. തിരുവമ്പാടി ദേവസ്വം ചന്ദ്രശേഖരനോട് ഏറെ താൽപ്പര്യമുണ്ടായിരുന്ന വാര്യർ ഈ ചന്ദ്രശേഖരൻ്റെ പിൻഗാമിയായി ചെറിയ ചന്ദ്രശേഖരനും മാറുമെന്ന് കണക്കാക്കിയിരുന്നു. തിരുവമ്പാടി അമ്പാടിക്കണ്ണനും ഭഗവതിക്കും മുൻപിൽ ഇവനെ നടയിരുത്തണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് ചന്ദ്രശേഖരനെ വാങ്ങിക്കുന്നത്. വാങ്ങുന്ന കാലത്ത് 8.25 അടിയോളം മാത്രമേ ഉയരമുണ്ടായിരുന്നുള്ളൂ. എങ്കിലും പിന്നീട് ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ടായിരുന്നു ഇവൻ്റെ അസാമാന്യ വളർച്ചയും. അങ്ങനെ 2007 ഏപ്രിൽ 18 തിരുവമ്പാടി ദേവസ്വം ചന്ദ്രശേഖരൻ എന്ന പേരിൽ ചെറിയ ചന്ദ്രശേഖരനെ നടക്കിരുത്തുകയായിരുന്നു. എങ്ങനെയാണ് ഇവരെ വാങ്ങാനുണ്ടായ ഒരു സാഹചര്യം? ഗ്രാങ്ങാട് നൽകിയ തിരുമേനി ഇതിനെ മേടിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ കടയിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അത് കണ്ട വഴിക്ക് എനിക്ക് തോന്നി മേടിക്കുന്നു, ഭഗവാന് വേണ്ടിയിട്ട് മേടിക്കാൻ തോന്നി. അത് മേടിച്ചു. അത് ഇത്രയൊക്കെ ആയി ഞാൻ നടയിരുത്തണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നടയിരുത്തി 2007 ഇത്രയാണ്. ഫോട്ടോ കണ്ട വടെ ഇവനിൽ എന്തൊക്കെ പ്രത്യേകതയെന്ന് തോന്നിയത്? പ്രത്യേകത തോന്നിയത് അതിൻ്റെ തലയുടെ നകപ്പും പിന്നെ വളർച്ച ഉണ്ടാവും എന്നുള്ള ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അപ്പോൾ എത്ര വളർന്നു കഴിഞ്ഞാൽ ഞാൻ നടയിരുത്തും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് വളർന്നു വന്നു. ചന്ദ്രശേഖരൻ്റെ പിൻഗാമിയായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ തന്നെ മേടിച്ചു. അത് വിചാരിച്ച പോലെ തന്നെ വിചാരിച്ചൊക്കെ കൂടുതൽ നന്നായി. അപ്പോൾ നമ്മൾ 2007 നടയിരുത്തി.
പിന്നെ ഇനിയിപ്പോൾ നമുക്ക് റോളൊന്നുമില്ല ഇതിൽ. ഡേവിസേട്ടനും ചേട്ടനായിട്ട് ഭയങ്കര കൂട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡേവിസേട്ടൻ വന്ന് ആണോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്? നോക്കിയിരുന്നൊക്കെ ഡേവിസ് തന്നെ. ഞാൻ ഒന്നും അന്വേഷിക്കാറില്ല, അവൻ തന്നെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. എൻ്റെ വരവുകളും ചിലവുകളും ഒക്കെ അവൻ തന്നെ നോക്കിയിരുന്നു. ഡേവിസേട്ട ആദ്യം ഒരു ആനയെ വാങ്ങിയ അത് കണ്ടാണോ പിന്നീട് ചേട്ടൻ ആനയെ വാങ്ങാൻ തുടങ്ങി? നിങ്ങളുടെ ഒരു ആനപ്രേമം? എൻ്റെ ആനപ്രേമം ഈ ആനയുടെ ഫോട്ടോ കാണുന്നവർ എനിക്കൊരു ആന മേടിക്കാനുള്ള താല്പര്യമില്ല, ത്രാണിയില്ല, ഒന്നുമില്ല. അതിനെ കണ്ടപ്പോൾ മേടിക്കാൻ തോന്നി മേടിച്ചു, അത്രേ ഉള്ളൂ. ആനപ്രേമിയാക്കിയത് സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ തന്നെയാണ്. നടയിരുത്തിയിട്ട് എത്ര വർഷം? പിന്നെ 11 വർഷമായി ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ 2007 നടയിരുത്തി, ഇപ്പോൾ 11 വർഷമായി. രാത്രി പൂരത്തിന് തിളമ്പ് ഏറ്റുണ്ട്. പിന്നെ പല പ്രമുഖ പൂരങ്ങളിലും ഇന്ന് ഇവൻ്റെ സാന്നിധ്യം ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. തിരുവമ്പാടി തട്ടകത്തിലെത്തിയ കാലത്ത് തന്നെ 2002 തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ തെക്കോട്ടിറക്കത്തിന് 15 ആനകളിൽ 14-ാമനായി ചന്ദ്രശേഖരനെ എഴുന്നള്ളിച്ചിരുന്നു. പിന്നീട് കണ്ണടച്ചു തുറക്കും മുൻപേ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറിയ ഇവൻ ഇന്ന് കേരളത്തിലെ 10 അടി ഉയരക്കാരിൽ ശ്രദ്ധേയ താരമായി മാറിക്കഴിഞ്ഞു. 2007 അളവനുസരിച്ച് 298 സെന്റിമീറ്റർ ആയിരുന്നു ഉയരമെങ്കിലും ഇപ്പോൾ 305 സെന്റിമീറ്ററിലേറെ ഉയരമുണ്ട്. പ്രായം 40-ൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ. അതിനാൽ കാലം ഇവന് മുൻപിൽ കാത്തുവച്ചിരിക്കുന്നത് പ്രശസ്തിയുടെ കൊടുമുടികളാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കൂട്ടാനയിൽ നിന്ന് പെട്ടെന്നായിരുന്നു ഒരു തിടമ്പാനയിലേക്കുള്ള ചന്ദ്രശേഖരൻ്റെ വളർച്ച. അപ്പോൾ ഇപ്പോൾ എഴുന്നള്ളിപ്പാന എന്നൊരു പദവി മാത്രമാണോ അതോ മറ്റേ കൂട്ടാനയായി വിളിച്ചാലും പോകുമോ? എഴുന്നള്ളിപ്പാനയുടെ സ്റ്റാറ്റസിലേക്ക് ചന്ദ്രശേഖരൻ ഉയർന്നു കഴിഞ്ഞു. പക്ഷേ ഇന്ന് വെച്ചിട്ട് മറ്റൊരാനയ്ക്ക് കൂട്ടു നിൽക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പല ഉത്സവങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ പല ദിവസവും പല ആനകളെയാണ് എഴുന്നള്ളിക്കുക. ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മളെ മാത്രമേ കയറ്റി എഴുന്നള്ളിക്കാവൂ എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു മെത്തേഡായിട്ട് ദേവസ്വത്തിന് തോന്നിയിട്ടില്ല. മാത്രമല്ല ഇത് ജീവികളാണ്. ജീവികളെ നമ്മുടെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഉപയോഗിക്കരുത്. അപ്പോൾ നാടൻ ആനയുടെ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ബീഹാറി ആണെങ്കിലും. പിന്നെ അവൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും സുന്ദരനായൊരു ആന തന്നെയാണ് ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരൻ ബീഹാറി ഒറിജിൻ ആണെങ്കിലും ജനിച്ചത് കേരളത്തിലാണ്. ജംബോ സർക്കസിലെ ടെൻറ്റിലാണ് ആന ജനിച്ചത്. കേരളത്തിലാണെന്നാണ് മനസ്സിലാക്കിയത്. ആ ആനകൾ ഓരോരുത്തരുടെയും മുഖത്തിന് വ്യത്യാസമുള്ള പോലെ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പം നമ്മൾ ശിവസുന്ദരാനെ നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകതയല്ലായിരിക്കും ചന്ദ്രശേഖരനെ കാണുമ്പോൾ കാണുക. പക്ഷേ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആന പണ്ട് തിരുവമ്പാടിയുടെ സ്വന്തമായിരുന്ന തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ പഴയ നാടൻ ആനയുടെ സ്റ്റാറ്റസിലേക്ക് ഉയർന്നു കൊണ്ടിരിക്കുകയാണ്. എല്ലാ തവണയും നീര് കഴിയുമ്പോൾ ആന 1 ഇഞ്ച് 2 ഇഞ്ചൊക്കെ വർദ്ധിക്കുന്നുണ്ട്. അത് ഇടക്കാലത്ത് വെച്ച് കുറച്ച് അധികം വർദ്ധിച്ചു. അതാണ് പെട്ടെന്ന് തന്നെ ഈ കൂട്ടാന തിടമ്പാനിയായിട്ട് മാറുന്നത്. ഇപ്പോൾ തിരുവമ്പാടി ദിവസത്തിനൊരു മുതൽക്കൂട്ടാണ് ചന്ദ്രശേഖരൻ. അപ്പോൾ അവൻ്റെ ഇനിയുള്ള ഒരു പ്രയാണത്തെ എങ്ങനെയാണ് ദിവസം നോക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചോളം എല്ലാ ആനകളും വിലപ്പെട്ടതാണ്. ചന്ദ്രശേഖരനും അതുപോലെ തന്നെ വളരെ വിലപ്പെട്ടൊരു ആനയാണ്. അതിൻ്റെ ആരോഗ്യമൊക്കെ നമ്മൾ സംരക്ഷിക്കണം. പണത്തിന് വേണ്ടി അമിതമായ എഴുന്നള്ളിപ്പുകളൊന്നും എടുത്ത് ആനയെ വല്ലാതെ വിഷമിപ്പിക്കരുത്. ആനയും ജീവിയാണ്. ആ ജീവിക്ക് വിശ്രമം വേണം, ഭക്ഷണം വേണം, കിടക്കണം, ഉറങ്ങണം, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടേ ഞങ്ങൾ എഴുന്നള്ളിപ്പുകൾ ആവുന്നത്ര എടുക്കാറുള്ളൂ. ചിലപ്പോൾ അബദ്ധം പറ്റിയിട്ടുണ്ടാവും. പക്ഷേ നോർമലി ഞങ്ങളുടെ സമയമൊക്കെ നോക്കി ആനയ്ക്ക് വേണ്ട പോലെ റെസ്റ്റ് കിട്ടുമെന്ന് ഷുവറാക്കിയതിന് ശേഷമാണ് എഴുന്നള്ളിപ്പുകൾ ഏൽക്കാറുള്ളത്. തിരുവമ്പാടി ആനത്തറവാട്ടിലെ രണ്ടാമനാണെങ്കിലും ശരി, മിക്ക ഉത്സവ പറമ്പുകളിലെത്തിയാലും ആരാധകരുടെ സ്വന്തം ചന്ദ്രൂസിന് ഒന്നാമനായി തന്നെ സ്ഥാനം ലഭിക്കാറുണ്ട്. തൃശൂർ പൂരത്തിന് ഒരു പതിറ്റാണ്ടായി തിരുവമ്പാടി വിഭാഗത്തിന്റെ ഗജനിരയിൽ രണ്ടാമനായി ചന്ദ്രശേഖരനുണ്ട്. രാത്രിയിലെ മടത്തിൽ വരവിന് 10 വർഷങ്ങളായി തിടമ്പേറ്റുന്നത് ഈ ഗജരാജനാണ്.
തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവം, തൃപ്രയാർ ഏകാദശി, ഉത്രാളിക്കാവ് പൂരം, കുട്ടനെല്ലൂർ പൂരം, പെരുവനം ആറാട്ടുപുഴ, കൂടൽമാണിക്യം ഉത്സവം, വൈക്കത്തഷ്ടമി, കണ്ണമ്പ്ര വേല തുടങ്ങി ചന്ദ്രശേഖര ചരിതം രചിച്ച ഉത്സവങ്ങൾ നിരവധിയാണ്. 4 വർഷമായി ആറാട്ടുപുഴ പൂരത്തിന് തൃപ്രയാർ മുതൽ ചിറയ്ക്കൽ വരെ തേവരെ ശിരസിലേറ്റുന്നത് ചന്ദ്രശേഖരനാണ്. ഒരു ചന്ദ്രോദയം പോലെ ആനക്കേരളത്തിൽ ഉദിച്ചുയർന്ന് ആരാധകരുടെ പ്രിയപ്പെട്ട താരമായും ശാന്തതയുടെ ആനരൂപമായും ഉത്സവ പറമ്പുകളിൽ അഴകിൻ്റെയും തലയെടുപ്പിൻ്റെയും സൂപ്പർ സ്റ്റാറായി കളം നിറഞ്ഞാടിയും വിജയപാതകൾ വെട്ടിപ്പിടിക്കുന്ന നവയുഗ ഛത്രാധിപതി തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ വിശേഷങ്ങൾക്ക് ഇവിടെ തിരശീല വീഴുകയാണെങ്കിലും ചന്ദ്രോത്സവം തുടരുക തന്നെയാണ് ഇനിയും ഒരുപാട് ചന്ദ്രശേഖര ചരിതങ്ങൾ രചിക്കുന്നതിനായി. ചന്ദ്രശേഖരൻ്റെ നടത്തത്തിനൊരു താളമുണ്ട്, നിൽപ്പിന് അന്തസ്സും പ്രൗഢിയുമുണ്ട്. ഉത്സവപ്പറമ്പുകളിൽ എത്തിയാൽ നിലവിൽ മുമ്പനായതുകൊണ്ട് തന്നെ പ്രത്യേക സ്ഥാനവും ഇവനുണ്ട്. അംഗീകാരങ്ങളുടെ പൊൻതിളക്കത്തോടെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ മുന്നേറുകയാണ്. ഒരു കാലത്ത് തൃശ്ശൂർ പൂരമടക്കമുള്ള ഉത്സവപ്പറമ്പുകളും തിരുവമ്പാടിയുടെ ആനത്തറവാടുമെല്ലാം അടക്കി വാണിരുന്ന പഴയ ഗജരാജ പെരുമാൾ തിരുവമ്പാടി ചന്ദ്രശേഖരനെ പോലെ പ്രശസ്തിയും പ്രൗഢിയും ഈ ചന്ദ്രശേഖരന് കൈവരട്ടെ എന്നും ഉത്സവപ്പറമ്പുകളിൽ ഇവൻ മുമ്പനായി നിലകൊള്ളട്ടെ എന്നും പ്രശസ്തിയുടെ ചക്രവാളങ്ങളെല്ലാം ഇവൻ കീഴടക്കട്ടെ എന്നും ആനപ്പെരുമ സംഘം മറ്റ് ആരാധകരെ പോലെ തന്നെ ആഗ്രഹിക്കുന്നു. ഇതോടെ സൂര്യവുഡ് ആനപ്പെരുമയുടെ ഒരു അധ്യായത്തിന് തിരശീല വീഴുകയാണ്. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം മറ്റൊരു ആനക്കാഴ്ചയുമായി. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.